السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين وبعد. സഹോദരന്മാരെ, സഹോദരികളെ, ഫുറൂഉൽ ഫിഖ്ഹിൽ നിന്നുള്ള ഈ ക്ലാസ്സുകൾ ശ്രവിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളെ, പഠിതാക്കളെ, നമ്മൾ ഗ്രന്ഥകാരൻ അല്ലാമ യൂസുഫ് ഇബ്നുൽ ഹസൻ ഇബ്നു അബ്ദുൽ ഹാദി റഹ്മത്തുള്ളാഹി അലൈഹി നമസ്കാരത്തിൻ്റെ 3 വകുപ്പുകൾ പറഞ്ഞതിൽ ഫർദു ഐനും ഫർദു കിഫായയുമാണ് മനസ്സിലാക്കിയത്. മൂന്നാമത്തേത് സുന്നത്തായ നമസ്കാരങ്ങളാണ്. വസ്സലവാത്തു സലാസത്തു അഖ്സാമിൻ, നമസ്കാരങ്ങൾ 3 വകുപ്പുകളാണ്. ഫർദു ഐനിൻ വ ഫർദു കിഫായത്തിൻ വസുന്നത്തുൻ. ഇന്ന് നമ്മൾ ഈ 3ാമത്തെ വകുപ്പ് വസുന്നത്തുൻ, സുന്നത്ത് നമസ്കാരങ്ങൾ, അതാണ് ഇന്ന് ഇൻഷാ അല്ലാ ഇവിടെ മനസ്സിലാക്കുന്നത്. ഗ്രന്ഥകാരൻ പറയുന്നു, അസാലിസു, 3ാമത്തേത്, അത് വസുന്നത്തു അൻവാഉൻ മുത്ലഖുൻ വ മുഖയ്യദുൻ. ഇങ്ങനെയാണ് ഗ്രന്ഥകാരൻ തുടങ്ങുന്നത്. സുന്നത്ത് പല ഇനങ്ങളാകുന്നു. മുത്ലഖുൻ വ മുഖയ്യദുൻ, മുത്ലഖായ ഒരു ഇനം, മുഖയ്യദായ മറ്റൊരിനം. അദ്ദേഹം അൽ മുത്ലഖ് എന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട്, അപ്രകാരം മുഖയ്യദും വിശദീകരിക്കുന്നുണ്ട്. അൽ മുത്ലഖു, സുന്നത്തിൽ മുത്ലഖായ വിഭാഗം, മാ ലാ യഖ്തസ്സു ബിവഖ്തിൻ, ഒരു സമയത്തിന് പ്രത്യേകമാക്കാത്ത നമസ്കാരങ്ങളാകുന്നു. ഒരു നിർണിത സമയം പറയപ്പെട്ടിട്ടില്ലാത്ത നമസ്കാരങ്ങൾ. മാ ലാ യഖ്തസ്സു ബിവഖ്തിൻ, ഒരു സമയവും അതിന് പ്രത്യേകമാക്കാതെയുള്ള നമസ്കാരം, അതാണ് മുത്ലഖായ നമസ്കാരം. ഫയുസന്നു ഫി ജമീഇൽ ഔഖാത്ത്, ഗ്രന്ഥകാരൻ പറയുന്നു, മുത്ലഖായ ഇത്തരം നിസ്കാരം അത് സുന്നത്താക്കപ്പെടും. ഫി ജമീഉൽ ഔഖാത്ത്, എല്ലാ സമയങ്ങളിലും. ഇല്ലാ ഫി ഖംസത്തി ഔഖാത്തിൻ, 5 സമയങ്ങളിൽ ഒഴികെ. അപ്പോൾ 5 സമയങ്ങളിൽ ഒഴികെ എല്ലാ സമയത്തും സുന്നത്താക്കപ്പെടുന്ന സമയബന്ധിതമല്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങൾ, അതാണ് അൽ മുത്ലഖ്, മുത്ലഖായിട്ടുള്ള നമസ്കാരം എന്ന് പറയുന്നത്. 5 വഖ്ത് അല്ലെങ്കിൽ 5 സമയങ്ങൾ അതിൽ ഒഴികെ എന്ന് പറയുമ്പോൾ ഏതാണ് ഈ 5 സമയങ്ങൾ? അത് ഗ്രന്ഥകാരൻ പറയുന്നു, ബഅദൽ ഫജ്രി ഹത്താ തത്ലുഅ അശംസു, ഫജ്റിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ, ഫജ്ർ നമസ്കരിച്ചതിന് ശേഷം സൂര്യൻ ഉദിച്ചുയരുന്നത് വരെ, ഉദിക്കുന്നത് വരെയുള്ള സമയം. വഇൻദ തുലൂഇഹ ഹത്താ തർതഫിഅ, വഇൻദ തുലൂഇഹ, സൂര്യൻ ഉദിക്കുന്ന വേളയിൽ, ഹത്താ തർതഫിഅ, സൂര്യൻ ഉദിച്ച് ഉയരുന്നത് വരെ. ഫജ്ർ നമസ്കരിച്ചതിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ ഒരു ടൈം, സൂര്യൻ ഉദിക്കുന്ന വേളയിൽ ഉദിച്ച് അത് ഹത്താ തർതഫിഅ, ഉയരുന്നത് വരെ. ഒരു കുന്തത്തിൻ്റെ ഖദർ വലിപ്പത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഉയർച്ചയിൽ സൂര്യൻ ഉദിച്ചുയരുന്നത് വരെ എന്നൊക്കെ ഫുഖഹാക്കൾ അതിനെ വിശദീകരിക്കും. പിന്നെ വഖബ്ല സവാലി, സവാലിന് മുമ്പ് എന്ന് പറഞ്ഞെങ്കിൽ സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റലാണ് സവാൽ, ആകാശ മധ്യത്തിൽ നിന്ന് നട്ടുച്ച സമയം സൂര്യൻ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തെറ്റലാണ് അസ്സവാൽ, അതുകൊണ്ട് ഉദ്ദേശം. അപ്പോൾ വഖബ്ല സവാൽ എന്ന് പറഞ്ഞാൽ സൂര്യൻ തെറ്റുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ സൂര്യൻ ആകാശ മധ്യത്തിലായിരിക്കെ ഒരു വസ്തുവിൻ്റെ നിഴൽ അതിൻ്റെ അത്ര പടിഞ്ഞാറ് ഭാഗത്തേക്ക് തെറ്റാതെ ആ നട്ടുച്ച സമയം, അതാണ് ഇവിടെ ഖബ്ല സവാൽ. അപ്പോൾ നമസ്കാരം പാടുള്ളതല്ല. വബഅദൽ അസ്രി, അസറിന് ശേഷവും, വഇൻദൽ ഗുറൂബി, സൂര്യാസ്തമയ സമയവും. ഇതാണ് 5 സമയങ്ങൾ. ഈ 5 സമയങ്ങളിൽ ഒഴിച്ച് മുഴുവൻ സമയങ്ങളിൽ നിന്നും സുന്നത്താക്കപ്പെടുന്ന സമയബന്ധിതമല്ലാത്ത നമസ്കാരങ്ങൾക്ക് അൽ മുത്ലഖ് എന്ന് പറയും. രണ്ടാമത്തേത് അൽ മുഖയ്യദു, മുഖയ്യദായ സുന്നത്ത് നമസ്കാരമാണ്. അത് ഗ്രന്ഥകാരൻ വിശദീകരിക്കുന്നു, വഹുവ മാ ലഹു വഖ്തുൻ യുഫ്അലു ഫീഹി, വഹുവ, മുഖയ്യദായ സുന്നത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാ ലഹു വഖ്തുൻ, അതിന് സമയമുണ്ട്, യുഫ്അലു ഫീഹി, ആ സമയത്താണത് നിർവഹിക്കപ്പെടുക. അപ്പോൾ സമയബന്ധിതമായിട്ടുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, അതാണ് അൽ മുഖയ്യദ് എന്ന പ്രയോഗം കൊണ്ട് ഗ്രന്ഥകാരൻ ഉദ്ദേശിക്കുന്നത്. ഗ്രന്ഥകാരൻ തുടരുന്നു, വഹുവ ഇമ്മാ വഖ്തുഹു താബിഉൻ ലിവഖ്തി ഫർദിൻ വഹുവ സുനനു റവാതിബു. മുഖയ്യദായ സമയബന്ധിതമായ സുന്നത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഗ്രന്ഥകാരൻ പറയുന്നത്, വഹുവ, അത്, ഇമ്മാ വഖ്തുഹു, ഒന്നുകിൽ അതിൻ്റെ സമയം, താബിഉൻ ലിവഖ്തി ഫർദിൻ, ഫർദിൻ്റെ സമയത്തിന് താബിയാണ് എന്ന് പറഞ്ഞാൽ അതിനെ തുടർന്നാണ്. അതായത് ഫർദ് നമസ്കാരത്തിൻ്റെ സമയത്തെ തുടർന്നായിരിക്കും ഒന്നുകിൽ അതിൻ്റെ സമയം. വഹു, അത് അസുനനു റവാത്തിബു,
റവാത്തിബ് സുന്നത്തുകളാണ്. റവാത്തിബ് സുന്നത്തുകളെ സംബന്ധിച്ചിടത്തോളം ഫർദ് നമസ്കാരത്തിൻ്റെ വക്തിന് താബിയാകുന്ന അതിൻ്റെ സമയം ഒന്നുകിൽ ഫർദ് നമസ്കാരത്തിൻ്റെ മുമ്പ് അല്ലെങ്കിൽ ഫർദ് നമസ്കാരത്തിൻ്റെ ശേഷം. റവാത്തിബ് സുന്നത്തുകൾ എന്ന് പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ റാത്തിബത്ത് നിത്യമാക്കിയിട്ടുണ്ട്, തുടർച്ചയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന് അസുനനു റവാത്തിബ് എന്ന് പറഞ്ഞു. സുബഹിൻ്റെ മുമ്പ് 2 റക്അത്ത്, ബുഹുറിന് മുമ്പ് 4 റക്അത്ത്, ബുഹുറിന് ശേഷം 2 റക്അത്ത്, മഗ്രിബിന് ശേഷം 2 റക്അത്ത്, ഇശയ്ക്ക് ശേഷം 2 റക്അത്ത്. ഇങ്ങനെ 12 റക്അത്ത് സുന്നത്ത് നമസ്കാരങ്ങൾ. അത് ഫർദ് നമസ്കാരത്തിന് താബിയാണ്. അങ്ങനെ മുഖയ്യദായ സുന്നത്ത് നമസ്കാരം. ഫർദിന് താബിയായ നിസ്കാരം എന്ന് പറയുമ്പോൾ അതിൽ അസുനനു റവാത്തിബ് മാത്രം പരിമിതപ്പെടില്ല. ഈ സുന്നത്ത് നമസ്കാരങ്ങളിൽ മുഅക്കദത്തായ സുന്നത്ത് നമസ്കാരങ്ങളും ഗൈറു മുഅക്കദത്തായ സുന്നത്ത് നമസ്കാരങ്ങളും, ഇങ്ങനെ 2 വകുപ്പുണ്ട്. ബലപ്പെട്ട സുന്നത്ത് നമസ്കാരങ്ങളും ബലപ്പെടാത്ത സുന്നത്ത് നമസ്കാരങ്ങളും. അതിൽ ബലപ്പെട്ടതാണ് സുനനുർ റവാത്തിബ്. എന്നാൽ അസറിന് മുമ്പ് 2 അല്ലെങ്കിൽ 4 റക്അത്ത്, മഗ്രിബിക്ക് മുമ്പ് 2 റക്അത്ത്, ഇശയ്ക്ക് മുമ്പ് 2 റക്അത്ത്, ഇങ്ങനെ 8 റക്അത്ത് അല്ലെങ്കിൽ 6 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചതായി വന്നിട്ടുണ്ട്. അതും ഫർദിൻ്റെ സമയത്തിന് താബിയായിട്ടുള്ള നിസ്കാരങ്ങളാണ്. എന്നാൽ അസുനനു റവാത്തിബ്, റാത്തിബത്തായ സുന്നത്തുകളെ പോലെ ബലപ്പെട്ടതല്ല. അപ്പോൾ ഈ നമസ്കാരങ്ങളും ഈ ഒരു മുഖയ്യദായ നമസ്കാരങ്ങളിൽ എണ്ണപ്പെടാവുന്നതാണ്. ഗ്രന്ഥകാരൻ പറയുന്നു, വമാ ലൈസ ബി താബിഇൻ, താബിഅ അല്ലാത്ത നമസ്കാരങ്ങളും മുഖയ്യദിൽപ്പെടും. അതായത് മാലഹു വഖ്തു യുഫ്അലു ഫീഹി, നിർവഹിക്കപ്പെടാൻ സമയമുള്ള നമസ്കാരങ്ങളിൽപ്പെടും. താബിഅ അല്ലാത്ത എന്ന് പറഞ്ഞാൽ താബിഇൻ ലി വഖ്തി ഫർദിൻ, ഫർദിൻ്റെ സമയത്തിന് താബിഅ അല്ലാത്ത, അതായത് ഒരു ഫർദ് നമസ്കാരത്തിന് താബിഅ അല്ലാത്ത എന്നാൽ സമയബന്ധിതമായിട്ടുള്ള നമസ്കാരങ്ങളുണ്ട്. വമാ ലൈസ ബി താബിഇൻ, ഫർദ് നമസ്കാരത്തിന് തുടർന്ന് അല്ലാത്ത സമയബന്ധിതമായ നമസ്കാരം വഹുവ സലാത്തുദ്ദുഹ മിൻ ഇർതിഫാഇ ശംസി ഇല സവാൽ. ഗ്രന്ഥകാരൻ പറയുന്നു, വഹുവ അത് സലാത്തുദ്ദുഹ, ദുഹ നമസ്കാരമാകുന്നു. മിൻ ഇർതിഫാഇ ശംസ്, അത് സൂര്യൻ ഉദിച്ചുയർന്നത് മുതൽ ഇല സവാൽ, സവാൽ വരേക്കുമാകുന്നു. സവാൽ എന്ന് പറഞ്ഞാൽ ഉച്ചസമയം, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റൽ. അപ്പോൾ അതുവരേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സവാലിൽ നിസ്കാരം പാടുള്ളതല്ല. അതിനു മുമ്പായിട്ട് ദുഹ നമസ്കാരത്തിൻ്റെ സമയം അവസാനിക്കും. അപ്പോൾ സൂര്യൻ ഉദിച്ചുയർന്നത് മുതൽ സവാല് വരേക്കുമുള്ള ദുഹ നമസ്കാരം അത് സമയബന്ധിതമായ മുഖയ്യദായ സുന്നത്ത് നമസ്കാരങ്ങളിൽപ്പെട്ടതാകുന്നു. അതാണ് ഗ്രന്ഥകാരൻ പറയുന്നത്. പിന്നെ അദ്ദേഹം തുടർന്ന് പറയുന്നത്, വൽ വിത്രു മിൻ സലാത്തിൽ ഇശാഇ ഇലാ തുലൂഇൽ ഫജ്ർ, വിത്റും മുഖയ്യദായ സമയബന്ധിതമായ സുന്നത്ത് നമസ്കാരമാകുന്നു. മിൻ സലാത്തിൽ ഇഷ, വിത്ർ അത് ഇഷ നമസ്കരിച്ചത് മുതൽ ഇലാ തുലൂഇൽ ഫജ്രി, ഫജറിൻ്റെ ഉദയം വരേക്കും ആകുന്നു. അപ്പോൾ വിത്റിൻ്റെ സമയം ഒരാൾ ഇഷ നിസ്കരിച്ചത് മുതൽ പിന്നെ ഫജർ ഉദിക്കുന്നത് വരേക്കുമുള്ള സമയമാകുന്നു. വൽ വിത്രു മിൻ സലാത്തിൽ ഇശാഇ ഇലാ തുലൂഇൽ ഫജ്ർ. ഗ്രന്ഥകാരൻ പറയുന്നു, വത്തറാവീഹ് ഫി റമദാൻ, റമദാൻ മാസത്തിൽ തറാവീഹും സമയബന്ധിതമായ മുഖയ്യദായ സുന്നത്ത് നമസ്കാരമാകുന്നു. തറാവീഹിനെ കുറിച്ച് ഗ്രന്ഥകാരൻ പറയുന്നത്, വത്തറാവീഹു ഫി റമദാന, റമദാൻ മാസത്തിൽ തറാവീഹ് ജമാഅത്തൻ സംഘടിതമായി, മിൻ ദുഖൂലി വഖ്തിൽ ഇശാ, ഇശായിൻ്റെ സമയം ആഗതമായത് മുതൽ ഇലൽ ഫജ്രി, ഫജ്ർ വരേക്കുമാകുന്നു. അപ്പോൾ ഇശായിൻ്റെ വഖ്ത് ദുഖൂലായത് മുതൽ ഫജ്ർ വരെ റമദാൻ മാസത്തിൽ ജമാഅത്തായിട്ട് ഉള്ള തറാവീഹ് നമസ്കാരവും മുഖയ്യദായ സുന്നത്ത് നമസ്കാരമാകുന്നു. ഇതാണ് ഗ്രന്ഥകാരൻ പറയുന്നത്. തുടർന്ന് അദ്ദേഹം പറയുന്നു, വസലാത്തുൽ കുസൂഫി ഇൻദ കുസൂഫി ശംസി അവിൽ ഖമർ. വസലാത്തുൽ കുസൂഫ്, കുസൂഫ് നമസ്കാരം, കുസൂഫ് നമസ്കാരം ഗ്രഹണ നമസ്കാരമാകുന്നു. അതും സമയബന്ധിതമായ മുഖയ്യദായ നമസ്കാരമാണ്. ഇൻദ കുസൂഫി ശംസ്, സൂര്യൻ അതിന് ഗ്രഹണം ബാധിക്കുന്ന സമയം, അവിൽ ഖമർ അല്ലെങ്കിൽ ചന്ദ്രൻ അതിന് ഗ്രഹണം ബാധിക്കുന്ന സമയം. അപ്പോൾ സമയബന്ധിതാണ്. എപ്പോഴാണ് സമയം? ഷംസിന് ഗ്രഹണമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഖമറിന് ഗ്രഹണമുണ്ടാകുമ്പോൾ. സമയബന്ധിതമായ സുന്നത്ത് നമസ്കാരമാകുന്നു സലാത്തുൽ കുസൂഫ്. വ സലാത്തുൽ ഇസ്തിസ്ഖാ ഇൻദൽ ഖഹ്തി വൽ ജദ്ബി ഖാസതൻ. സലാത്തുൽ ഇസ്തിസ്ഖാ, മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നമസ്കാരം, മഴ തേടിക്കൊണ്ടുള്ള നമസ്കാരം, അതാണ് സലാത്തുൽ ഇസ്തിസ്ഖാ. അതും സമയബന്ധിതമായിട്ടുള്ള സുന്നത്ത് നമസ്കാരമാണ്. ഇൻദൽ ഖഹ്തി വൽ ജദ്ബി ഖാസതൻ. ഖഹ്ത് ജദ്ബ് എന്ന് പറഞ്ഞാൽ മഴയില്ലായ്മ, വരൾച്ച എന്നൊക്കെയാണ് അർത്ഥം. മഴയില്ലാതെ വറുതിയും വരൾച്ചയും
അതാണ് ഖഹ്ത്ത് ജദ്ബ്. ഇൻദൽ ഖഹ്ത്ത് വൽ ജദ്ബി ഖാസത്തൻ, വറുതിയുടെയും വരൾച്ചയുടെയും സമയം പ്രത്യേകം സലാത്തുൽ ഇസ്തിസ്ഖാഉം സമയബന്ധിതമായ സുന്നത്ത് നമസ്കാരമാകുന്നു. അത് റക്അത്തൈനി ഫി ജമാഅത്തിൻ, ജമാഅത്തായി 2 റക്അത്ത് നമസ്കാരമാകുന്നു. വയഖ്തുബു ബഅദഹ, ആ നമസ്കാരത്തിന് ശേഷം ഖുത്ബ നിർവഹിക്കുകയും ചെയ്യും. വയഖ്തുബു ബഅദഹ. തുടർന്ന് ഗ്രന്ഥകാരൻ പറയുന്നത് വസുജൂദുൽ ഖുർആനി ഇൻദ ഖിറാഅത്തി സജ്ദത്തിൻ യുകബ്ബിറു വയസ്ജുദു വലൗ ഫി സ്വലാത്തിൻ വയജ്ലിസു വയുസല്ലിമു വലാ യതശഹദ്. വസുജൂദുൽ ഖുർആൻ ഇൻദ ഖിറാഅത്തി സജ്ദത്തിൻ, സജ്ദത്തിൻ്റെ ഖിറാഅത്തിൻ്റെ വേളയിൽ ഖുർആനിൻ്റെ സുജൂദും സുന്നത്തായ മുഖയ്യദായ നമസ്കാരം എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഓത്തിൻ്റെ സുജൂദാണ്, തിലാവത്തിൻ്റെ സുജൂദാണ് ഉദ്ദേശം. അതിൻ്റെ ഹുക്മ് അത് സുന്നത്താണ് എന്നാണ് ഗ്രന്ഥകാരൻ പറയുന്നത്. അത് മുഖയ്യദായ സുന്നത്താണ്. എന്തുകൊണ്ട്? ഓതുന്ന സമയമാണ് ഈ സുജൂദ്. ഇൻദ ഖിറാഅത്തി സജ്ദത്തിൻ എന്ന് പറഞ്ഞാൽ ഇൻദ ഖിറാഅത്തി ആയത്തി സജ്ദ, സജ്ദയുടെ ആയത്ത് ഓതുന്ന സമയം. വിശുദ്ധ ഖുർആനിൽ 15 സ്ഥലങ്ങളിൽ സുജൂദ് വന്ന ആയത്തുകളുണ്ട്. ആ ആയത്തുകൾ ഓതുന്ന വേളയിൽ സുജൂദുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് സുന്നത്താകുന്നു. അത് നമസ്കാരമല്ല, പക്ഷേ സുന്നത്തായ നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ എണ്ണുന്ന സുജൂദുകളാണ്. ഒന്ന് സുജൂദുൽ ഖുർആൻ, പിന്നെ മറ്റൊന്ന് സുജൂദു ശുക്ർ, അതേപോലെ സുജൂദു സഹവ് പോലുള്ളത്. അതുകൊണ്ട് ആ ഒരു ശൈലിയിൽ ഗ്രന്ഥകാരൻ ഇവിടെ സുജൂദുൽ ഖുർആൻ അല്ലെങ്കിൽ സുജൂദു തിലാവ കൊണ്ടുവന്നു. വസുജൂദുൽ ഖുർആൻ ഇൻദ ഖിറാഅത്തി സജ്ദത്തിൻ, എന്നിട്ട് അത് എങ്ങനെ നിർവഹിക്കും? അതാണ് ഗ്രന്ഥകാരൻ പറയുന്നത്. യുകബ്ബിറു, ആ സുജൂദ് നിർവഹിക്കുന്നവൻ തക്ബീർ ചൊല്ലും. വയസ്ജുദു, എന്നിട്ട് സുജൂദ് ചെയ്യും. വലൗ ഫി സ്വലാഹ്, നമസ്കാരത്തിലാണെങ്കിലും ശരി, നമസ്കാരത്തിലാണെങ്കിലും തക്ബീർ ചൊല്ലിയിട്ട് സുജൂദ് ചെയ്യും. വയജ്ലിസു, സുജൂദ് ചെയ്ത് ഇരിക്കുകയും. വയുസല്ലിമു, സലാം വിട്ടുകയും ചെയ്യും. വലാ യതശഹദ്, എന്നാൽ ഈ സുജൂദ് ചെയ്ത് അതിന് ശേഷം ഇരുന്നാൽ തശഹുദ് നിർവഹിക്കുകയില്ല. തശഹുദ് എന്ന് പറഞ്ഞാൽ അത്തഹിയ്യാത്തു ലില്ലാഹ് വസ്സലവാത്ത് വത്തയ്യിബാത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് തുടങ്ങുന്ന തശഹുദ്, അത് ഈ തിലാവത്തിൻ്റെ സുജൂദിന് ശേഷം ഇരുന്നാൽ അത് നിർവഹിക്കുകയില്ല എന്നാണ് ഗ്രന്ഥകാരൻ പറയുന്നത്. സുജൂദുൽ ഖുർആൻ അല്ലെങ്കിൽ സുജൂദ് തിലാവയുടെ സമയം തക്ബീർ ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ടും അതേപോലെ ആ സുജൂദിന് ശേഷം ഇരുന്ന് സലാം വീട്ടുന്നതുമായി ബന്ധപ്പെട്ടും അഭിപ്രായ വ്യത്യാസമുണ്ട് ഫുഖഹാക്കൾക്കിടയിൽ. തിലാവത്തിൻ്റെ സുജൂദിൽ നമസ്കാരത്തിന് ഷർത്താക്കപ്പെടുന്നത് പോലെ ശുദ്ധി വേണം, അതേപോലെ ഖിബിലയിലേക്ക് തിരിഞ്ഞാകണം, ഔറത്ത് നമസ്കാരത്തിൽ മറക്കൽ നിർബന്ധമായതുപോലെ ഔറത്ത് മറച്ചായിരിക്കണം. ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ നമസ്കാരത്തെ പോലെയാണ് സുജൂദുൽ ഖുർആൻ അല്ലെങ്കിൽ സുജൂദ് തിലാവ എന്ന വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇവിടെ ഗ്രന്ഥകാരൻ്റെ നിലപാടാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കുകയുണ്ടായത്. ഇമാം ഇബ്നു ഹസം അബ്ബാഹിരി അദ്ദേഹത്തിൻ്റെ അൽ മുഹല്ലയിൽ പറഞ്ഞു, വയസ്ജുദു ലഹാ ഫി സ്വലാത്തിൽ ഫരീദത്തി വത്തതവ്വു, തിലാവത്തിൻ്റെ സുജൂദ് അത് ഫർദ് നമസ്കാരത്തിലും ഐച്ഛിക നമസ്കാരത്തിലും ഒക്കെ ആ സുജൂദ് നിർവഹിക്കും. വയുസ്ജദു ലഹാ ഫി സ്വലാത്തിൽ ഫരീദത്തി വത്തതവ്വു വഫി ഗൈരി സ്വലാഹ് ഫി കുല്ലി വഖ്തിൻ, ഇനി നമസ്കാരത്തിലല്ലെങ്കിലും ഏതൊരു സമയത്തും ഈ സുജൂദ് നിർവഹിക്കപ്പെടും. വഇൻദ തുലൂഇ ശംസി വഗുറൂബിഹ വസ്തിവാഇഹ, സൂര്യോദയ വേളയിലും സൂര്യാസ്തമയ വേളയിലും സൂര്യൻ ആകാശമധ്യത്തിലാകുമ്പോഴും ഇലൽ ഖിബ്ല, ഖിബ്ലയിലേക്കും വഇല ഗൈരിൽ ഖിബ്ല, ഖിബ്ല എല്ലാത്തിടത്തേക്കും ഖിബ്ലയിലേക്കല്ലെങ്കിലും ഈ സുജൂദ് നിർവഹിക്കപ്പെടും. വഅല ത്വഹാറത്തിൻ വഅല ഗൈരി ത്വഹാറ, ശുദ്ധി വരുത്തിയ സമയത്തും അല്ലാത്ത സമയത്തും ഒക്കെ ഈ സുജൂദ് നിർവഹിക്കപ്പെടും. ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഭാഷ നമസ്കാരത്തിന് ഷർത്താക്കപ്പെടുന്ന കാര്യങ്ങൾ തിലാവത്തിൻ്റെ സുജൂദിന് ഷർത്താക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. ഇമാം ബുഖാരി റഹിമഹുള്ള സഹീഹിൽ മുഅല്ലഖായി നൽകുന്ന ഒരു നിവേദനം, വകാന ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹുമ യസ്ജുദു അലാ ഗൈരി വുദൂഇൻ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു വുദൂഇല്ലാതെ സുജൂദ് ചെയ്യുമായിരുന്നു. അപ്പോൾ തിലാവത്തിൻ്റെ സുജൂദിന് നമസ്കാരത്തിന് ഷർത്താക്കപ്പെടുന്ന കാര്യങ്ങൾ ഷർത്താക്കപ്പെടുകയില്ല എന്നതിൻ്റെ തെളിവായി ഇബ്നു ഉമറിൻ്റെ ഈ ഒരു പ്രവൃത്തി പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഫലൈസ ഹുവ സ്വലാഹ്, തിലാവത്തിൻ്റെ സുജൂദ് സലാത്തല്ല, നിസ്കാരമല്ല. ഫല യുഷ്തറത്തു ലഹു, അതുകൊണ്ട് തന്നെ ഈ
സുജൂദിന് ഷർത്താക്കപ്പെടുകയില്ല. ഷുറൂത്തുസ്സലാ നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ. ബൽ യജൂസു അലാ ഗൈരി ത്വഹാറ, പ്രത്യുത തഹാറത്തില്ലാതെ തന്നെ ഈ സുജൂദ് അനുവദനീയമാകുന്നു. കാന ഇബ്നു ഉമറ യസ്ജുദു അലാ ഗൈരി ത്വഹാറ, ഇബ്നു ഉമർ തഹാറത്തില്ലാതെ സുജൂദ് ചെയ്യുമായിരുന്നു. വഖ്താറ അൽ ബുഖാരി, ഇമാം ബുഖാരി അഭിപ്രായമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ലാക്കിൻ അസ്സുജൂദ് ബി ഷുറൂത്തി സ്വലാത്തി അഫ്ദലു, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുകയാണ്, എന്നാൽ നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ പാലിച്ചുകൊണ്ട് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യലാകുന്നു ഏറ്റവും ശ്രേഷ്ഠം. അഥവാ ശുദ്ധിയോടുകൂടി ഔറത്ത് മറച്ച് ഖിബ്ലയിലേക്കും തിരിഞ്ഞ് ഇങ്ങനെ സുജൂദ് ചെയ്യലാകുന്നു ഏറ്റവും ഉത്തമം. വല യംബഗി അൻ യുഖല്ല ബിദാലിക ഇല്ലാ ലിഉദ്രിൻ, ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, ഒഴികഴിവുണ്ടെങ്കിലല്ലാതെ ഈ വിഷയത്തിൽ വീഴ്ച വരുത്തൽ, ഷർത്തില്ലാതെ നിസ്കാരത്തിന് ഷർത്ത് ഒപ്പിക്കാതെ ഉള്ള സുജൂദ് ചെയ്യൽ അത് പാടുള്ളതല്ല, സംഗതമല്ല. ഇങ്ങനെയാണ് ഷെയ്ഖുൽ ഇസ്ലാം റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ പറയുന്നത്. ഏതായാലും ഇവിടെ തിലാവത്തിൻ്റെ സുജൂദിനെക്കുറിച്ച് ഗ്രന്ഥകാരൻ പറഞ്ഞതിൽ ചില അനുബന്ധങ്ങൾ ഉണർത്തിയെന്ന് മാത്രം. ഗ്രന്ഥകാരൻ അല്ലാമ യൂസുഫ് ഇബ്നുൽ ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി നമസ്കാരത്തിൻ്റെ വകുപ്പുകളിൽ മൂന്നാമത്തേത് സുന്നത്തായ നമസ്കാരങ്ങളാകുന്നു. അതിൽ മുത്തലക്കായ നമസ്കാരങ്ങളുണ്ട്, മുഖയ്യദായ നമസ്കാരങ്ങളുണ്ട്. ആ മുത്തലക്കിനെയും മുഖയ്യദിനെയും ഗ്രന്ഥകാരൻ ഇവിടെ കൊണ്ടുവന്നതാണ് നമ്മൾ വായിച്ച് അർത്ഥം പറയുകയുണ്ടായത്. ഇതിൽ പല നമസ്കാരങ്ങളുടെയും വിഷയങ്ങൾ, അതിൻ്റെ ഹുക്കുമുകൾ, അതേപോലെ ഇവിടെ സുന്നത്തായ നമസ്കാരമായിട്ടാണ് പല നിസ്കാരങ്ങളെയും ഗ്രന്ഥകാരൻ എണ്ണിയത്. അതിൽ ചിലതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഗ്രന്ഥകാരൻ ഉണർത്തിയ ചില പ്രയോഗങ്ങളിലും ഫുഖഹാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് വിശദമായി പോകാതെ ഗ്രന്ഥകാരനെ വായിച്ച് അർത്ഥം വെക്കുകയാണ് ഉണ്ടായത്. അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ് ജമാഅത്ത് നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടാണ്. നമസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കപ്പെടുന്ന വിഷയം, അതേപോലെ പിന്നെ ജുമുഅയും മറ്റുമൊക്കെയുള്ള നമസ്കാരങ്ങൾ നമുക്ക് അത് തുടർന്ന് പഠിക്കാം. മസ്അലകൾ കൂടുതൽ ഇവിടെ ഉണർത്തിയിട്ടില്ല. സംശയമുള്ള വിഷയങ്ങൾക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാവുന്നതാണ്. നമ്മളുടെ ചോദ്യോത്തര വേളകളിൽ അത് മറുപടി നൽകപ്പെടും. വിമർശയത്തില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലാവിൻ്റെ ദീനിൽ നമുക്കെല്ലാം ഫിഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.